ഹലോ മക്കളെ, അപ്പൊ മിസ് തന്നേക്കുന്നത് നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ നമ്പർ 6 പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒരു വൺ ഷോട്ട് വീഡിയോ ആയിട്ടാണ്. എടാ മക്കളെ, നമ്മൾ ഈ ഒരൊറ്റ വീഡിയോക്കകത്ത് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം എന്താണ്? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോഴേ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? യെസ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നുമെങ്കിലും സാധനം സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എടാ, ഈ ഒരു പിക്ചർ നോക്കിയേ. ഈ പിക്ചറിൽ ആരെയാണ് കാണുന്നത്? യെസ്, നമ്മുടെ നിവിൻ പോളി പ്രേമം എന്ന സിനിമയ്ക്കകത്തെ ജോർജ് എന്ന ക്യാരക്ടറാണ് അല്ലെ. അപ്പം ജോർജ് ഉണ്ടെങ്കിൽ അവിടെ ഒരു മേരി കാണുമല്ലോ. അപ്പം അങ്ങനെ ജോർജ്, നമ്മുടെ മാത്സിന്റെ ഒരു സ്റ്റോറി നമ്മൾ പറയാൻ പോവാണ്. അപ്പൊ നമ്മുടെ ജോർജ് സ്കൂളിൽ പോകുന്ന വഴിക്ക് നമ്മുടെ മേരീനെ കണ്ടു, ഒരു ക്രഷൊക്കെ അടിച്ച് അവസാനം ഫോൺ നമ്പറൊക്കെ തപ്പി പിടിച്ച് മേരീനെ വിളിക്കുകയാണ്. അപ്പൊ മേരീനെ വിളിക്കുമ്പോഴത്തേക്ക് നമ്പറൊക്കെ ഓർത്ത് പഠിച്ചിട്ട് പോകുന്ന തിരക്കില് എന്ത് ചെയ്തു? ലാസ്റ്റത്തെ 2 നമ്പർ മറന്നുപോയി. അപ്പൊ ഏതായാലും വിളിക്കാൻ വന്നിരുന്നു. നമ്പർ അറിയത്തില്ല താനും, എന്നാലും വിളിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് നമ്മുടെ ജോർജിനറിയാം ഈ ഒരു പ്ലേസില് ഇപ്പം ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് നമ്പർ എടുക്കുമെന്ന് കൂട്ടിക്കോ. സെക്കൻഡ് ലാസ്റ്റ് നമ്പറിൽ ഒന്നെങ്കിൽ 0 ആവാം, അല്ലെ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം, 8 ആവാം, 9 ആവാം. സോ ഈ 10 നമ്പറുകളിൽ ഒരെണ്ണമായിരിക്കും ഈ ഒരു പ്ലേസിൽ വരുന്നത് അല്ലെ. അപ്പം നമ്മുടെ ജോർജ് തീരുമാനിച്ചു എന്നാൽ ഓരോ നമ്പർ ഇട്ടിട്ട് അങ്ങ് വിളിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര തവണ വിളിക്കേണ്ടി വരും? എത്ര നമ്പർ ഓഫ് വേസ് വേണ്ടി വരും? അതാണ്ട് ഇവിടെ 10 നമ്പർ ആണെങ്കിൽ ഇവിടെയും 10 നമ്പർ ആയിരിക്കൂലേ. ഈ 10 നമ്പറുകളിൽ ഒരെണ്ണം ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് വേസ് വരും? യെസ്, 10 into 10 ഈക്വൽ ടു 100 വേസിൽ വേണം വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ നിവിന്റെ ഭാഗ്യത്തിന് നമ്മുടെ കോള് വിളിച്ചു കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ ഒരു ടോപ്പിക് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറിയ കൺഫ്യൂഷൻസ് കാണാൻ നമുക്ക് ഒരു എക്സാമ്പിളോട് നോക്കാം. അപ്പൊ മിസ് ഇപ്പൊ പറഞ്ഞ എന്താ, നമ്മുടെ നിവിൻ അങ്ങനെ നമ്മുടെ ജോർജ് അങ്ങനെ ഫോൺ വിളിച്ച് നമ്മുടെ മേരീനെ കിട്ടി. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവര് പുറത്തുനിന്ന് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡേറ്റിന് പോകും, കോഫി ഡേറ്റ് പോകാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്കും ജോർജ് എന്ത് ചെയ്തു? അപ്പൊ ഡേറ്റ് ഒക്കെ ആണ്, കുറച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ചെത്തായിട്ട് വേണമല്ലേ പോകാൻ വേണ്ടിയിട്ട്. സോ എന്ത് ചെയ്തു? അലമാരി തുറന്നു. എന്തൊക്കെയാണ് ഡ്രസ്സ് ഉള്ളത് നോക്കായി. നമ്മളെ എവിടെ പോവാണെങ്കിലും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇത് വേണോ എന്ന് പിന്നെ കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ജോർജ് നോക്കുമ്പം ജോർജിന്റെ കയ്യില് 5 ഷർട്ട് ഉണ്ട്, 3 പാന്റ് ഉണ്ട്, 3 ഷൂസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് വേസിൽ ജോർജിനെ സെലക്ട് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും ഡ്രസ്സ്? നോക്കിയേ, 5 into 3 into 3 എത്ര വേസിലാ? യെസ്, 45 വേസില് നമ്മുടെ ജോർജിന് ഈ ഡ്രസ്സിനകത്തുനിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മുടെ ലൈഫായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കിയത്. എന്നാൽ നമ്മൾ മാത്സിൽ പഠിക്കും, നമ്മുടെ നമ്പറിന്റെ ടേംസിലോട്ട് നമുക്ക് നോക്കിയാലോ? യെസ്, നോക്കിയേ. How many 3-digit numbers can be formed by using 1 to 9 if no digit is repeated? എടാ, 1 തൊട്ട് 9 വരെയുള്ള നമ്പറിൽ നിന്ന് നമ്മൾ 3 ഡിജിറ്റ്സ് ഉള്ള എത്ര നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ കൂടെ നമ്മുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. ഒരു ഡിജിറ്റും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 1 തൊട്ട് 9 വരെ എത്ര നമ്പർ ഉണ്ട്? 9 നമ്പർ ഉണ്ട് അല്ലേ. അതാണ്ട് ഈ ഒരു പ്ലേസിൽ, ഫസ്റ്റ് പ്ലേസിൽ നമുക്ക് ഈ 9 നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കുമല്ലോ വരുന്നത്. 9 നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും വരുന്നത്. ഇനി നോക്കിയേ, സെക്കൻഡ് പ്ലേസിലാവുമ്പോൾ എന്ത് വരും? സെക്കൻഡ് പ്ലേസിൽ വരുമ്പോഴത്തേക്കും നോക്കിക്കോണം, നമ്മൾ ഇവിടെ ഒരു നമ്പർ എടുത്തു ഓൾറെഡി. അപ്പം ആ ഒരു നമ്പർ കൂടാതെ ബാക്കിയുള്ള നമ്പേഴ്സിനല്ലേ നമ്മൾ സെക്കൻഡ് പ്ലേസിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ബാക്കി എത്ര നമ്പർ ഉണ്ട്? 8 നമ്പർ ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര നമ്പറിനെ എടുക്കാൻ പറ്റുള്ളൂ? 8 നമ്പറിനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നോക്കിക്കേ, ഏതാണ്ട് അപ്പൊ ഇവിടെയും 8 നമ്പറിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ഇനി ബാക്കി എത്ര നമ്പർ ഉണ്ട്? 7 നമ്പർ ഉണ്ട്. അപ്പൊ ആ 7 നമ്പറിൽ നിന്ന് ഒരെണ്ണം മാത്രമേ നമ്മുടെ തേർഡ് പ്ലേസിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഒന്നെടുത്ത നമ്പറിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് വേസ് വേണ്ടി വരും? യെസ്, നോക്കിയേ, 9 into 8 into 7 ഈക്വൽ ടു 504 വേസിൽ വേണം നമുക്ക് നമ്പേഴ്സ് ഫോം ചെയ്യാം അല്ലേ. ഇനി ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പെർമ്യൂട്ടേഷൻ. നമ്മുടെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അറേഞ്ച്മെന്റ് ആണ്. ഇപ്പൊ നോക്കിയേ, ABC. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? ABC എന്ന് അറേഞ്ച് ചെയ്യാം. തണ്ടേ, ABC, ACB, BCA, BAC, ഇങ്ങനെ പലതരത്തിലും നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലെ. അപ്പൊ നോക്കിയേ, A permutation is an arrangement in a definite order of a number of objects taken some or all
അറ്റ് എ ടൈം. അപ്പം പെർമ്യൂട്ടേഷൻ കേൾക്കുമ്പോൾ ആദ്യം ഓർത്തോണം എന്താണ്? അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അറേഞ്ച്മെന്റ് ആണ്. ഇനി നോക്കിക്കേ, n ഒബ്ജക്ട്സ് ഉണ്ടായിരുന്നു, അതിൽ 6 ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം ആണെങ്കിൽ, എടാ നമ്മുടെ കയ്യിൽ n ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ 6 ഒബ്ജക്ട്സ് ആണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ഓക്കെ, NPR എന്നായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. NPR എന്ന് വെച്ചാൽ എന്താ? n ഒബ്ജക്ട്സ് r അറ്റ് എ ടൈം. n ഒബ്ജക്ട്സ് r അറ്റ് എ ടൈം. അപ്പൊ നോക്കി, ഇതിന്റെ ഇക്വേഷൻ വരുന്നതോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. മിസ്സേ, അപ്പൊ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം. എന്നൊക്കെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൈനെയാണ് നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇന്ന് നോക്കിയേ, മിസ് പറയാണ്, ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ടോ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു തൊട്ട് നണ്ടേ 2 ഇൻറ്റു 1 വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത്? n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇവിടെ നോക്കിയേ, 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 ഇൻറ്റു 1. ഇനി നോക്കിക്കോണം, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഈക്വൽ ടു എത്ര വരും? തന്റെ ഇവിടെ 2, ഇവിടെ തന്റെ 6 ആണ് നമ്മുടെ 3 ഫാക്ടോറിയൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ഫാക്ടോറിയലോ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 5 ഫാക്ടോറിയൽ വരുന്നതോ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇങ്ങനെ നമ്മൾ എഴുതുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാക്ടോറിയൽ അല്ലേ? ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നോക്കണം, ഇനി ഇവിടെ എഴുതിയേക്കുന്നത് കണ്ടോ, n ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാന്നാ പറഞ്ഞേക്കുന്നത്. എടാ മിസ് എഴുതിയേക്കുന്ന ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഈ 5 ഫാക്ടോറിയലിൻ്റെത്. ഇതില് ഇത്രയും എന്താണ്? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താണ്? യെസ്, 4 ഫാക്ടോറിയൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതത്തില്ലേ? എടാ മക്കളെ, അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാമെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിയേ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, n മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n എന്നും നമുക്ക് n ഫാക്ടോറിയലിനെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്ന് പഠിച്ചല്ലേ? അപ്പം ഈ ഇക്വേഷനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇപ്പം മിസ് എഴുതുകയാണ് 4p2. എങ്ങനെ എഴുതും മക്കളെ? നമ്മുടെ ഈ ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാലോ? ഈക്വൽ ടു എന്ത് വരും? നമുക്ക് ആദ്യം താഴത്തേത് റെഡിയാക്കാം. താഴത്തേതാ? 4 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ഫാക്ടോറിയൽ. അപ്പൊ മേളിൽ നോക്കിയേ, ഈ 2 ഫാക്ടോറിയലിനെ കട്ട് ചെയ്യാവുന്ന രീതിയിൽ, 2 ഫാക്ടോറിയൽ വരുന്ന രീതിയിൽ നമുക്ക് ഈ 4 ഫാക്ടോറിയൽ എഴുതിയാലോ? എങ്ങനെ എഴുതും? യെസ്, 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ എഴുതത്തില്ലേ? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇനി മേളിൽ ഈ 2 ഫാക്ടോറിയലും താഴത്തെ 2 ഫാക്ടോറിയലും കട്ട് ചെയ്ത് കളയാലോ? ബാക്കി എന്തുണ്ട്? 4 ഇൻറ്റു 3 ഈക്വൽ ടു 12. നമുക്ക് ആൻസർ വന്നുണ്ടോ? ഇനി മിസ്സിനെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരട്ടെ, ഒരു ട്രിക്ക് നോക്കിക്കോണം, ശ്രദ്ധിച്ചോ. അതെ, 4p2നെ നമുക്ക് ഇങ്ങനെ എഴുതാം, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? മേൽ എഴുതിയേക്കുന്ന ഏതാണ്? 4 ആണ് എഴുതിയേക്കുന്നത്. 4 തൊട്ട് താഴെ 2 അല്ലേ വന്നേക്കുന്നത്? 6ന്റെ പ്ലേസിൽ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 4 ഇൻറ്റു പുറകിലേക്ക് അടുത്ത നമ്പർ ഏതാ? 3 ഈക്വൽ ടു എത്ര വരും? 12. താണ്ടേ നമ്മുടെ ആൻസർ ആയത് കണ്ടോ? യെസ്, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അതായത് 4ന്റെ അവിടെ നിന്ന് നമ്മുടെ 6ൽ കിടക്കുന്നത് എത്ര? 2 ആണ് എടുക്കുന്നത്. അപ്പൊ 2 നമ്പേഴ്സ് പുറകിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 ഇൻറ്റു 3 നമ്മുടെ ആൻസർ വന്നുണ്ടോ? ഇപ്പൊ ട്രിക്കും ഒക്കെ ആയി, ഇക്വേഷനും നമ്മൾ സെറ്റ് ആയി അല്ലേ? ഇനി നോക്കിക്കോണം. ഇനി മിസ് ഒരു കാര്യം പറയാനുള്ളത്, NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. അപ്പം ഇതും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ നോക്കിയേ, എന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? എടാ, ഇത് നമുക്ക് കുറേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ കഴിഞ്ഞ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു.
അപ്പൊ നോക്കിയാലോ, ഇതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുമില്ലടാ മക്കളെ, ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തേ. അപ്പൊ നമുക്ക് എന്ത് വരും? 9 ഫാക്ടോറിയൽ പ്ലസ് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പുറത്തെ സൈഡിലോ, അപ്പുറത്തെ സൈഡില് എക്സ് ബൈ 10 ഫാക്ടോറിയൽ എന്ന് വരും അല്ലേ. ഇനി ഇതിനെ നോക്കിക്കേ, ഈ മോളില് 8 ഫാക്ടോറിയലിനെ നമുക്ക് പുറത്തെടുത്താലോ. അപ്പൊ നമുക്കെന്ത് വരും? അകത്ത് 9 പ്ലസ് 1 എന്ന് വരും. അതായത് നമുക്ക് ഈ 9 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാമെന്നാണ് മിസ് പറഞ്ഞത്? 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എഴുതാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ 8 ഫാക്ടോറിയലിനെ പുറത്തെടുക്കുമ്പോൾ 9 വരും. പിന്നെ അപ്പുറത്തെ 8 ഫാക്ടോറിയലിനെ പുറത്തെടുക്കുമ്പോഴോ 1 ആണ് വരുന്നത്. ദെൻ ബാക്കി താഴെ എന്തൊക്കെയുണ്ട്? 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ അല്ലേ. ഈ 8 ഫാക്ടോറിയലും കട്ട് ചെയ്ത് കളയാലോ. ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ എന്തായിരുന്നു? എക്സ് ബൈ 10 ഫാക്ടോറിയൽ അല്ലേ ഉണ്ടായിരുന്നേ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നോക്കിയേ, 10 ബൈ 9 ഫാക്ടോറിയൽ ഈക്വൽ ടു എക്സ് ബൈ ഈ 10 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഫാക്ടോറിയൽ ഇൻറ്റു 10 എന്ന് എഴുതാലോ. അപ്പൊ ഈ 9 ഫാക്ടോറിയലും ഈ 9 ഫാക്ടോറിയലും കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്തുണ്ട് മക്കളെ? ഇപ്പുറത്തെ ഈ 10 അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എക്സ് ഈക്വൽ ടു 10 ഇൻറ്റു 10 ഈക്വൽ ടു 100 എന്ന് നമുക്ക് ആൻസർ വരും. 100 എന്ന് നമുക്ക് ആൻസർ വരും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. മിസ് കുറച്ചു മുന്നേ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 7p7 എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, 7 ഫാക്ടോറിയൽ ആയിരിക്കും. ദെൻ അടുത്ത് നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇംപ്രൂവ്മെന്റ് 2015 വന്നാണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, പല എക്സാമിനും നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? n-1 p3 ബൈ np4 ഈക്വൽ ടു 1/9 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളൊന്ന് ക്രോസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? 9 ഇൻറ്റു n-1 p3 ഈക്വൽ ടു np4 എന്ന് എഴുതാലോ. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഇക്വേഷന്റെ ടേമിലേക്ക് ആക്കിയാലോ. ഇക്വേഷന്റെ ടേമിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താവും? 9 ഇൻറ്റു n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-1 മൈനസ് 3 ഫാക്ടോറിയൽ ഈക്വൽ ടു ഇപ്പുറത്തോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-4 ഫാക്ടോറിയൽ എന്ന് വരും. എടാ മക്കളെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു മേൽ n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ താഴെ n-1 മൈനസ് 3 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും? n-4 എന്ന് വരും അല്ലേ. അപ്പം n-4 ഫാക്ടോറിയൽ ഈക്വൽ ടു വേണ്ടേ ഈ n ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എഴുതത്തില്ലേ? അതാണ്ട് ഇപ്പുറത്ത് കിടക്കുന്ന ഈ n-1 ഫാക്ടോറിയലിനെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ എഴുതി? n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എഴുതി. താഴെ വരുമ്പോൾ എന്ത് വരും? താഴെ n-4 ഫാക്ടോറിയൽ. നോക്കിയേ, ഈ n-1 ഫാക്ടോറിയലും ഈ n-1 ഫാക്ടോറിയലും കട്ടായി പോകും. താഴെ ഈ n-4 ഫാക്ടോറിയൽ രണ്ടിടത്തും കട്ടായി പോകല്ലേ. ബാക്കി നമുക്ക് എന്തുണ്ട്? n ഈക്വൽ ടു 9 എന്ന് നമുക്ക് കിട്ടും. എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പെർമ്യൂട്ടേഷന്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിനകത്ത് മിസ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് വരുന്ന മിക്ക കേസസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്താലോ. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മൺഡേ. അപ്പൊ നമ്മൾ മൺഡേ എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അസ്യൂം നോ ലെറ്റർ ഈസ് റിപ്പീറ്റഡ്. അപ്പൊ ലെറ്റേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലെന്ന് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കണം, 4 ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. എടാ മക്കളെ, നമ്മുടെ ഇക്വേഷൻ ആയിരുന്നു n ഒബ്ജക്ട്സ് r അറ്റ് എ ടൈം എന്ന് പറയുന്നത് എന്താ? npr. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഏതാണ്ട് ഇതിനകത്ത് മൺഡേക്കകത്ത് 6 ഉണ്ട്. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് നമ്മുടെ 6 ആണല്ലേ. നോക്കിയേ, 4 അറ്റ് എ ടൈം എന്ന് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ആൻസർ വരുന്നത്? യെസ്, 6p4 എന്ന് വരും. 6p4 എത്ര മക്കളെ വരുന്നത്? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു
താഴെ 2 ഫാക്ടോറിയൽ വരും, മേളില് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. മേളിൽ 2 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബാക്കി എന്തുണ്ട്? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 എത്ര വരും മക്കളെ? യെസ്, 360 എന്ന് നമുക്ക് ആൻസർ വരും. 360 എന്ന് നമുക്ക് ആൻസർ വരും. രണ്ടാമത്തെ കേസ് നോക്കിക്കേ. ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. അതായത് n ഒബ്ജക്ട്സിലും n ലെറ്റേഴ്സും അറ്റ് എ ടൈം യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? യെസ്, 6p6 വരും അല്ലേ? NPn എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണെങ്കിൽ 6p6 എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, 6 ഫാക്ടോറിയൽ ആയിരിക്കും. നമ്മുടെ 6 ഫാക്ടോറിയൽ വരുന്നത് എത്ര? 720 ആണ് 6 ഫാക്ടോറിയൽ വരുന്നത്. ഇനി അടുത്തൊരു കേസ് നോക്കിക്കേ. അടുത്ത് വരുന്നത് എന്താ? ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ബട്ട് ഫസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ. എല്ലാ ലെറ്റേഴ്സും നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് വവൽസ് ആയിരിക്കും. വവൽസ് ഏതൊക്കെയാണ്? AEIOU. ഈ ലെറ്റേഴ്സിനാണ് നമ്മൾ വവൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന വേർഡ് ഏതാണ്? യെസ്, മൺഡേ എന്നുള്ള വേർഡാണ് നമ്മുടെ വേർഡ്. ഈ വേർഡിൽ ഏതൊക്കെയാണ് വവൽസ് ഉള്ളത്? O ഉണ്ട്, A ഉണ്ട് അല്ലെ? O ഉണ്ട്, A ഉണ്ട് നമുക്ക്. അപ്പൊ 2 വവൽസ് ഉണ്ട്. അപ്പൊ ടോട്ടലി മിസ് വരച്ച് തന്നെ കാണിക്കാം. ഓക്കെ, 6 ലെറ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ നിൽക്കേ, ഈ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് വവൽസ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമുക്ക് എത്ര വവൽസ് ഉണ്ട്? 2 വവൽസ് ഉണ്ട്. ഈ 2 വവൽസിൽ ഒരെണ്ണമായിരിക്കും വരുന്നത്. 2p1. ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ബാക്കി 5 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 5 ലെറ്റേഴ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 5p5. അപ്പൊ നമുക്ക് ആൻസർ ഇത് വരും മക്കളെ. 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് വരില്ലേ? നോക്കിയേ, ഈക്വൽ ടു 240 എന്ന് നമുക്ക് കിട്ടിയല്ലേ ആൻസർ? 240 എന്ന് നമുക്ക് ആൻസറും കിട്ടും. സെറ്റ് അല്ലേ? എളുപ്പമല്ലേ? ഇനി അടുത്ത് നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ പി. ഈ ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ വേർഡിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 12 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കാണ് ഈ 12 ലെറ്റേഴ്സിൽ, ഓക്കെ, 12 എണ്ണം ഉണ്ട്, ഇത് ബാക്കി 11 ലെറ്റേഴ്സ്. ഈ ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് എന്താണ്? പി അവിടെ ഫിക്സഡ് ആണ്. പി എന്ന് പറയുന്ന ലെറ്റർ ആണ് സ്റ്റാർട്ടിങ്. അപ്പൊ ബാക്കി നമ്മൾ ഈ 11 ലെറ്റേഴ്സിനെ കൺസിഡർ ചെയ്താൽ മതി. പക്ഷെ നോക്കിക്കോണം, അപ്പൊ 11 ലെറ്റേഴ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി കുറെ ലെറ്റേഴ്സ് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടോ? അതായത് ഇപ്പം എന്നിനെ എടുക്കുവാണെങ്കിൽ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡി എടുക്കുവാണെങ്കിൽ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇ എടുക്കുവാണെങ്കിലോ 4 തവണ റിപ്പീറ്റ് ആവുന്നുണ്ട് അല്ലെ? അപ്പം ഈ റിപ്പീറ്റ് ആയതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, റിപ്പീറ്റ് ആയതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 3 ഫാക്ടോറിയൽ, എന്നിന്റെ 3 ഫാക്ടോറിയൽ, ഡിയുടെ 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ ഈയുടെ വന്ന 4 ടൈം അല്ലേ? 4 ഫാക്ടോറിയൽ. നമ്മുടെ ആൻസർ അപ്പൊ എന്താ വരുന്നത്? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ. സെറ്റ് അല്ലേടാ മക്കളെ? ദെൻ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോമ്പിനേഷൻ. എടാ മക്കളെ, കോമ്പിനേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, കോമ്പിനേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അറേഞ്ച്മെന്റ് ആയിരുന്നു അല്ലെ? അപ്പം കോമ്പിനേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. ദെൻ നോക്കിയേ, each selection is called a combination of n different objects taken r at a time. അപ്പം നേരത്തെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് NPR ആയിരുന്നെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ കേസിൽ വരുന്ന നോക്കിയേ, n ഒബ്ജക്ട്സ് r at a ടൈം എടുക്കുമ്പോൾ എന്താണ്? NCR എന്ന് വരും. എന്താണ്? NCR എന്നായിരിക്കും വരുന്നത്. അപ്പൊ നമ്മുടെ കോമ്പിനേഷന്റെ ഇക്വേഷൻ എന്താണ്? നേരത്തെ നമ്മൾ പെർമ്യൂട്ടേഷന്റെ ഇക്വേഷൻ പഠിച്ചതായിരുന്നു. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയലിനായിരുന്നു നമ്മുടെ ഇക്വേഷൻ. എന്നാൽ കോമ്പിനേഷന്റെ കേസിൽ വരുമ്പോൾ ഒരാളും കൂടെ വരും. എന്താണ്? നമ്മുടെ താഴെ ഡിവൈഡ് ചെയ്യുന്നതിന്റെ അവിടെ ഒരു r ഫാക്ടോറിയലിനും കൂടെ വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ എന്നാണ് നമ്മുടെ കോമ്പിനേഷന്റെ ഇക്വേഷൻ വരുന്നത്. കോമ്പിനേഷന്റെ കേസിൽ ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, മിസ് നേരത്തെ ചെയ്ത പോലെ എന്നിന്റെ അവിടെ നോക്കിയേ, മിസ് എഴുതാണ് 4C2. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഇക്വേഷൻ വെച്ചാണെങ്കിൽ നോക്കിക്കേ, 4 ഫാക്ടോറിയൽ
divided by 2 factorial into 4 minus 2 factorial എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? താഴെ നോക്കിയേ, താഴെ 2 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 1 എന്ന് എഴുതാം. ഇൻറ്റു 4 minus 2 എന്ന് പറയുന്നത് എത്ര? 2 ഫാക്ടോറിയൽ. ദെൻ 4 into 4 ഫാക്ടോറിയൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 4 into 3 into 2 ഫാക്ടോറിയൽ എന്ന് എഴുതത്തില്ലേ? അപ്പോൾ ഈ മേളിലെയും താഴെയും 2 ഫാക്ടോറിയൽ നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. ബാക്കി എന്തുണ്ട്? തന്റെ ഈ 4 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? മേളിൽ 2 വരും. ഈക്വൽ ടു 2 into 3 ഈക്വൽ ടു നമുക്ക് 6 എന്ന ആൻസർ വരും അല്ലേ. ഇനി ഇക്വേഷൻ വെച്ച് ചെയ്താൽ പഠിച്ചു. ഇനി ഇതിന്റെ ട്രിക്ക് ഒരെണ്ണം പഠിച്ചാലോ? പെർമ്യൂട്ടേഷന്റെ കേസിൽ നമ്മൾ പഠിച്ചതിന് എങ്ങനെയായിരുന്നു? മൾട്ടിപ്ലൈ ചെയ്ത് വിടാനായിരുന്നു. ഇവിടെ എങ്ങനെയാണ്? 4C2 എന്ന് പറയുന്നത് 4ൽ നിന്ന് പുറകിലേക്ക് താഴെ കിടക്കുന്ന 2 അല്ലേ, അപ്പൊ 2 നമ്പേഴ്സ് പുറകിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 4 into 3 നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. പക്ഷെ ഇവിടെ ഒരു സാധനം കൂടെ ആഡ് ആവുന്നുണ്ട്. ഡിവൈഡ് ചെയ്യണം. എന്ത്? ഈ 2 തൊട്ട് പുറകിലേക്ക് 1 വരെയുള്ള നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യണം. 2 എടുത്തതിന്റെ കാരണം എന്താ? 2 ഇവിടെ 6ന്റെ പ്ലേസിൽ കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 6ൽ കിടക്കുന്ന നമ്പറിനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്താ? 2 into 1. ഓക്കെ, മേളിലും താഴെയും 2 കട്ടാവും. ബാക്കി എന്തുണ്ട് മക്കളെ? യെസ്, 2 into 3 6 എന്ന് നമുക്ക് ആൻസർ വന്നു അല്ലെ. സിമ്പിൾ അല്ലേ? ഇനി ഒരു കാര്യം, NCN എന്ന് പറയുന്നത് 1 ആണ്. NCN എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ NC1 എന്ന് പറയുന്നതും എന്താണ്? N ആണ്. NC1 എന്ന് പറയുന്നതും N ആണ്. അപ്പം ഇത് രണ്ടെണ്ണം ഓർത്തോണം. ഓക്കെ, അപ്പൊ മിസ് കുറച്ച് മുന്നേ പറഞ്ഞ കേസ് ഏതായിരുന്നു? NCN എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞേ? 1 ആന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ 29C29 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? യെസ്, 1 ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് നിങ്ങളുടെ കുറെ തവണ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ ഈ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. N കണ്ടുപിടിച്ചതിന് ശേഷം ചിലപ്പോൾ N ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ പറയും NC17 അല്ലെങ്കിൽ NC10 ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ടായിരിക്കും നമ്മൾക്ക് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? N ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? NC2 ഈക്വൽ ടു NC5 എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. N എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ്ടേ, ഈ 2ഉം 5ന്റെയും സമ്മായിരിക്കും. 2 + 5 ഈക്വൽ ടു എന്താണ് മക്കളെ? 7 ആണ് നമ്മുടെ എന്ത് N എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഇത് നമ്മുടെ അടുത്ത് NC17 ചോദിച്ചാലും NC10 ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? N കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബാഗ് കണ്ടെയ്ൻസ് 5 black and 6 red balls. അപ്പൊ ഒരു ബാഗില് 5 ബ്ലാക്കും 6 റെഡ് ബോളുകളും ഉണ്ടായിരുന്നു. Determine the number of ways in which 2 black and 3 red balls can be selected. മക്കളെ എന്താ പറഞ്ഞേക്കുന്നത്? സെലക്ട് ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ വരുന്നത്? കോമ്പിനേഷൻ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 5 ബ്ലാക്കിനകത്ത് 2 ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? യെസ്, 5C2 ആയിരിക്കും. ഇനി നോക്കിയേ, 6 റെഡ് ബോൾസിൽ നിന്ന് 3 റെഡ് ബോൾസ് സെലക്ട് ചെയ്യുന്നതോ 6C3 എന്നായിരിക്കും അല്ലെ. ഇനി നോക്കിയേ, ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് ആൻഡ് എന്ന് വന്ന കണ്ടോ? എടാ മക്കളെ, ആൻഡ് വരുവാണെങ്കിൽ മൾട്ടിപ്ലൈ ആയിരിക്കും ചെയ്യേണ്ടത്. തമ്മില് മൾട്ടിപ്ലൈ ആയിരിക്കും ചെയ്യേണ്ടത്. അതായത് 5C2 into 6C3 ഈക്വൽ ടു എന്ത് വരും? 5C2 എന്ന് പറയുന്നത് എത്രയാണ്? 5 into 4 divided by 2 into 1 into 6C3 നമുക്ക് എങ്ങനെ എഴുതാം? 6 into 5 into 4 ഡിവൈഡഡ് ബൈ 3 into 2 into 1 എന്ന് എഴുതില്ലേ മിസ്? നമ്മുടെ ഷോർട്ട് കട്ട് ആണ് ചെയ്യുന്നത്. ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഷോർട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ദെൻ ഈക്വൽ ടു എന്ത് വരും? 5C2 എന്ന് പറയുന്നത് 10 വരും. ദെൻ 6C3 എന്ന് പറയുന്നത് 20 വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ആൻസർ എത്ര വരുന്നത്? 200 എന്ന് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും അല്ലെ. 200 എന്ന് നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഇനി നോക്കിക്കേ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? അതിനു മുന്നേ എടാ, നമുക്ക് ഈ കോമ്പിനേഷന്റെ ചാപ്റ്ററിനകത്തൊന്നും, അതുകൂടാതെ നമ്മുടെ പെർമ്യൂട്ടേഷൻ ആയിക്കോട്ടെ, ദെൻ പ്രോബബിലിറ്റി ആയിക്കോട്ടെ, പെർമ്യൂട്ടേഷൻ അല്ല കോമ്പിനേഷൻ ആയിക്കോട്ടെ, പ്രോബബിലിറ്റി ആയിക്കോട്ടെ, ഈ 2 ചാപ്റ്റേഴ്സിനകത്ത് നമ്മുടെ കാർഡ്സിനെ കുറിച്ച് ഇഷ്ടം പോലെ പ്രോബ്ലംസ് നമുക്ക് വരാറുണ്ടല്ലേ. അപ്പം ഈ കാർഡിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്കവർക്ക് തെറ്റുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ?
കാർഡുകൾ ഏതൊക്കെ ടൈപ്പ് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം അത് ഏതൊക്കെയാന്ന് നോക്കിയാലോ. യെസ്, എടാ നമുക്ക് ടോട്ടല് 52 കാർഡുകളാണുള്ളത്. എത്രയാണ്? 52 കാർഡ്സ് ഉണ്ട്. ഇത് തന്നെ അതിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പകുതി കാർഡുകൾ, അത് 26 കാർഡ്സ് ബ്ലാക്ക് ആയിരിക്കും, 26 കാർഡ്സ് റെഡ് ആയിരിക്കും. ഇനി റെഡ് കാർഡ്സിനെ നമുക്കുണ്ടല്ലോ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. 13 ഹേർട്ടും 13 ഡയമണ്ടും. തന്റെ ഈ സൈനൊക്കെ കാർഡുകൾ കണ്ടതായിട്ട് ഓർമ്മയില്ലേ? ദെൻ ബ്ലാക്കിനെയോ സ്പേഡ്സും ക്ലബ്സും ആയിട്ട് തിരിക്കും. ഇനി ഈ ഹേർട്ടും ഡയമണ്ടും സ്പേഡ്സും ക്ലബ്സും എന്നൊക്കെ പറയുന്നത് ഓരോന്നിനെയും നമ്മൾ ഓരോ സ്യൂട്ട് എന്ന് വിളിക്കും, ഓരോ സ്യൂട്ട്സ് എന്ന് വിളിക്കും. ഈ ഓരോ സ്യൂട്ട്സിനകത്തും 13 കാർഡുകൾ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ജാക്ക്, ക്യൂന്, കിങ്, ഒരു ഏസ് ഉണ്ട് അല്ലെ. ഇനി ഫേസ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 കാർഡുകളെയാണ് നമ്മൾ ഫേസ് കാർഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സ്യൂട്ടില് 3 ഫേസ് കാർഡ്സ് ആയിരിക്കും ഉള്ളത്. അപ്പൊ ടോട്ടൽ എത്ര ഫേസ് കാർഡ്സ് ആയിരിക്കും? 4 സ്യൂട്ടില്ലേ? അപ്പൊ എത്ര? 3 × 4 ആയിരിക്കും. 12 ഫേസ് കാർഡ്സ് ആയിരിക്കും നമുക്ക് ടോട്ടലി ഉള്ളത്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഏതൊക്കെ കാർഡ്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ആണുള്ളത്, എത്ര നമ്പർ വീതമാണുള്ളതെന്ന്. അപ്പൊ നമുക്ക് അത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ. യെസ്, ഇതിൽ മിസ് എല്ലാ പോസിബിൾ ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാർഡ്സ് വൈസ് ചോദിക്കാനുള്ളതാണെങ്കിൽ നോക്കിയേ. അപ്പൊ ആദ്യം നമ്മുടെ അടുത്ത് എന്താ ചോദിക്കുന്നത്? What is the number of ways of choosing 4 cards from a pack of 52 playing cards? അപ്പം ഈ 52 കാർഡ്സിനകത്തുനിന്ന് 4 കാർഡ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇനിയാണ് നമ്മുടെ കണ്ടീഷൻസ് വരുന്നത്. ഓരോ കേസ് നോക്കിയാലോ. ആദ്യത്തെ കേസ്, 4 cards are of the same suit. ഒരേ സ്യൂട്ടിൽ നിന്നാണ് ഈ 4 കാർഡും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, ഒരു സ്യൂട്ടില് 13 കാർഡ്സ് ആണ് ഉള്ളത്. അപ്പം ഈ 13 കാർഡിൽ നിന്ന് നമുക്ക് 4 എടുക്കുമ്പോൾ എന്ത് വരും? 13C4 എന്ന് വരും. ഇനി നോക്കിക്കോണം, നമുക്ക് എത്ര സ്യൂട്ട്സ് ഉണ്ട്? ഹാർട്ട് എന്ന് പറഞ്ഞുണ്ട്, ഡയമണ്ട് എന്ന് പറഞ്ഞുണ്ട്, സ്പേഡ്സ് ഒരെണ്ണം, ദെൻ ക്ലബ്സ്. അപ്പം 4 സ്യൂട്ട്സ് ഉണ്ട് അല്ലേ. അപ്പം ഈ 13C4 × 4 ചെയ്യണ്ടേ? ഈക്വൽ ടു എത്ര വരും മക്കളെ? 13C4 എത്ര? 715 ആണ്. ഇൻറ്റു 4 അടിക്കുമ്പം 2860 എന്ന് നമുക്ക് ആൻസർ വരും. 2860 എന്ന് നമുക്ക് ആൻസർ വരും. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത് നോക്കിയാലോ. സെക്കൻഡ് പാർട്ട്, 4 കാർഡ്സ് ബിലോങ്സ് ടു 4 ഡിഫറെന്റ് സ്യൂട്ട്സ്. 4 ഡിഫറെന്റ് സ്യൂട്ട്സുകളിലാണ് ഓരോ കാർഡും വരുന്നത്. എന്നാ ഒരു സ്യൂട്ട്സിൽ നിന്ന് ഒരു കാർഡ്. ഇപ്പൊ നോക്കിയേ, 13 എണ്ണാണ് ഒരു സ്യൂട്ടിലുള്ളത്. 13C1 നോക്കിയേ. ഹേർട്ടിനകത്തുനിന്ന് 13C1, ഡയമണ്ടിനകത്തുനിന്നോ വീണ്ടും 13C1. ഇനി സ്പേഡ്സിനകത്തുനിന്നും 13C1, ക്ലബ്സിനകത്തുനിന്നും 13C1. ഇനി നോക്കിയേ, നടുക്ക് എന്ത് വരും? നടുക്ക് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 30C1 റേസ് ടു 4 അല്ലേ മക്കളെ ഇത്? 13C1 എന്ന് പറയുന്നത് എന്താ? NC1 എന്ന് പറയുന്നത് N ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 13C1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 13 ആയിരിക്കും. 13 റേസ് ടു 4 എന്ന് എഴുതാലോ. 13 എത്രയാണ്? 13 റേസ് ടു 4 എന്ന് പറയുന്നത് 2856 ആണ്. 2856 ആണ് അല്ലേ. ദെൻ ഇനി അടുത്ത കേസ് നമുക്ക് നോക്കിയാലോ. അടുത്തത് ഫേസ് കാർഡുകളാണ്. 4 എണ്ണവും ഫേസ് കാർഡുകളാണ്. മിസ് കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ഫേസ് കാർഡ്സ് ടോട്ടൽ നമുക്ക് എത്ര ഉണ്ട്? ടോട്ടൽ ഫേസ് കാർഡ്സ് ഒരു സ്യൂട്ടില് 4 എണ്ണമാണെന്ന് പറഞ്ഞു അല്ലേ. ഇതും 3 എണ്ണമാണെന്ന് പറഞ്ഞു. മിസ് പറഞ്ഞു 3 എണ്ണമാണ് ഒരു സ്യൂട്ടിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 4 സ്യൂട്ട്സിലെ 3 × 4 എത്ര വരും മക്കളെ? 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അപ്പൊ ഇത് നമ്മൾ ഫേസ് കാർഡ്സിന്റെ ടോട്ടലേ എടുത്തുള്ളൂ. ഇനി നമ്മുടെ ഫൈനൽ ആൻസർ ആയോ? ഇല്ല. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ 12 കാർഡിൽ നിന്നാണ് 4 എണ്ണം സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വരുന്നത്? 12C4 വരും അല്ലെ. 12C4 എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 495 ആണ് 12C4 എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അടുത്ത കേസ് നോക്കിയാലോ. നമ്മുടെ 4ാമത്തെ കേസ്, 2 റെഡ് കാർഡ്സ് ആൻഡ് 2 ബ്ലാക്ക് കാർഡ്സ്. മക്കളെ നോക്കിയാൽ നടുക്ക് ആൻഡ് ആണ് വന്നേക്കുന്നത്. അപ്പം എന്താ? തമ്മിൽ മൾട്ടിപ്ലൈ ആണ് നടുക്ക് വരുന്നത്. അപ്പം
2 റെഡ് കാർഡും 2 ബ്ലാക്ക് കാർഡും. അപ്പം റെഡ് കാർഡ് എത്ര ഉണ്ട്? 26 ഉണ്ട്. അതിൽ നിന്ന് 2 എണ്ണം 26C2. ഇനി മറ്റേ ബ്ലാക്ക് കാർഡ്സ് എത്ര എണ്ണം ഉണ്ട്? 26 ഉണ്ട്. അതിൽ നിന്ന് 2 എണ്ണം. നടുക്ക് എന്താണെന്ന് മിസ് പറഞ്ഞ ആൻഡ് വന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഈക്വൽ ടു എന്ത് വരും മക്കളെ? നോക്കിയേ 26C2ന്റെ സ്ക്വയർ അല്ലേ വരുന്നത്? അങ്ങനെയാണ് 26C2 എന്ന് പറയുന്നത് എത്ര? 325 അല്ലേ? അതിന്റെ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും? 105,625 എന്ന് നമുക്ക് ആൻസർ വരും. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഒരു കേസും കൂടെ ഇല്ലേ, 5-മത്തേത്. ഏതാ? കാർഡ്സ് ആർ ഓഫ് ദി സെയിം കളർ. മക്കളെ കാർഡ്സ് എന്ന് പറയുന്നത് സെയിം കളർ ആയിരിക്കും. ഇപ്പൊ നോക്കിയേ, നമുക്ക് ഏതൊക്കെ കളറിലാണ് ഉള്ളത്? ബ്ലാക്കും ഉണ്ട്, റെഡും ഉണ്ട്. അപ്പൊ നോക്കിയേ, റെഡ് എത്ര എണ്ണം ഉണ്ട്? 26. ഒന്നെങ്കിൽ ഇതിനകത്തുനിന്ന് 4 എണ്ണമായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്കിനകത്തുനിന്ന് 4 എണ്ണമായിരിക്കും. ഒന്നെങ്കിൽ റെഡിനകത്തുനിന്ന് 4 എണ്ണമായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്കിനകത്തുനിന്ന് 4 എണ്ണമായിരിക്കും. അപ്പൊ 26C4 നടുക്ക് എന്ത് വരും? എടാ ഒന്നെങ്കിൽ എന്നുള്ള മീനിങ് അല്ലേ നടുക്ക് വരുന്നത്? അപ്പൊ എന്താണ്? പ്ലസ് വരും, നടുക്ക് പ്ലസ് വരും. അങ്ങനെയാണെങ്കിൽ 26C4 എന്ന് പറയുന്നത് 14950 ആണെങ്കിൽ ഇൻറ്റു 2 വരികയല്ലേ, ഈക്വൽ ടു 2 എണ്ണം വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ടോട്ടൽ ആൻസർ അപ്പം എന്ത് വരും? 29900 എന്ന് നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ഇമ്പോർട്ടന്റ് ആയിട്ട് മോസ്റ്റ്ലി ചോദിച്ചിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.